അല്ലാഹുവേ പടച്ച റബ്ബേ അൽഹംദുലില്ലാഹ് പുണ്യമാന നമ്മുടെ മജ്ലിസ് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും അല്ലാഹു കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ ദിവസങ്ങളിലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും ചിന്ത ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്നത് വയനാടിലെ ചൂരൽ മലയിലേക്കാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ നയനങ്ങളിലൂടെ, നമ്മൾ കാണുന്നതും വാക്കുകളിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും അവിടുത്തെ ഓരോ സംഭവങ്ങളെ കുറിച്ചിട്ടാണ്, അവിടുത്തെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹുവേ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, വേദനകൾ കൊടുക്കല്ല റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ പരിശുദ്ധமான പുണ്യமான അല്ലാഹുവിന്റെ പരിശുദ്ധ റഹ്മത്ത് ഭൂമിയിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തരുന്നതിന് ഞങ്ങൾക്ക് നീ ഒരു വിഷമത്തിലാക്കി തരല്ല അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് നമ്മൾ എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂരൽ മലക്കാരുടെ ആ വയനാട് പ്രദേശക്കാരൻ, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് വല്ലാതെ അതിന്റെ ചുറ്റുഭാഗവും ലോകം മുഴുവനും ഇറങ്ങലിച്ചു നിൽക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് ഒരു നാട് മുഴുവനും നാമാവശേഷമായി എന്ന ഏറ്റവും വലിയ സങ്കടത്തിന്റെ വാർത്തയാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, നൂറുകണക്കിന് മനുഷ്യർ ചിന്നിച്ചിതറിയ ശരീരങ്ങളായി തെറിച്ചു വീണു എന്ന വാർത്തയാണല്ലോ, സംഭവമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആയുസ് മുഴുവനും തന്റെ ജീവിതത്തിൽ അധ്വാനിച്ച് വിയർപ്പറ്റി ഉണ്ടാക്കിയ മുഴുവനും ഒരൊറ്റ നിമിഷങ്ങളെ കൊണ്ട് നശിച്ചു പോയി എന്ന വാർത്തയാണല്ലോ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ സത്യത്തിൽ പറഞ്ഞാൽ മനുഷ്യന് ലോകത്തിന്റെ എല്ലാവിധ സംവിധാനങ്ങളിലൂടെ ലോകം മുഴുവനും തന്റെ കൈവെള്ളയിൽ തന്റെ വിരൽത്തുമ്പിൽ വന്നു എന്ന കാര്യത്തിൽ മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുമ്പോൾ ഇന്ന് മനുഷ്യൻ നിസാരക്കാരനായിരിക്കുകയാണ്, മനുഷ്യൻ നിസ്സഹായകനായിരിക്കുകയാണ്, നിന്ദ്യനായിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒന്നിനും കഴിയാത്തവനായി ഇന്ന് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് അദാബുകൾ, ഒരുപാട് സന്തോഷ നിമിഷങ്ങളും എല്ലാം കൂടി ഇന്ന് നമുക്ക് മുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, അല്ലാഹ് പടച്ച റബ്ബേ, ഈ പരിശുദ്ധമായ ദുനിയാവിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ. ഈ പരിശുദ്ധമായ ദുനിയാവിനെ നിയന്ത്രിക്കാൻ ഒരു നിയന്ത്രിതാവുണ്ടല്ലോ. അല്ലാഹുവേ, ഇപ്പോഴാണ് മനുഷ്യരായ നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹ് മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് അല്ലാഹനെ കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാ. എല്ലാറ്റിനും കഴിവുള്ളവൻ അല്ലാഹയാണെന്ന് നമ്മൾ സ്വയം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. അല്ലാഹ് ഇല്ല, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹുവേ ചില പ്രതിഭാസങ്ങളിലൂടെ, ചില സംഭവങ്ങളിലൂടെ നടക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അല്ലാഹുവിനെ നിഷേധിച്ച് കളഞ്ഞിരുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇന്ന് തിരുത്തി പറയുന്ന അവസരങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന അവസ്ഥകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങൾ നമുക്ക് മുമ്പിലൂടെ തരുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. കുല്ലു നഫ്സിൻ
ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും ഇന്ന് മരണത്തെ രുചിച്ചറിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ച റബ്ബേ നമ്മോട് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. തിന്മ കൊണ്ടും നന്മ കൊണ്ടും നിങ്ങളെ ഞാൻ ഒരു ശരിയായ പരീക്ഷണം പരീക്ഷിക്കുന്നതാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. വഇലൈനാ തുർജഊൻ, നമ്മളിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണല്ലോ. അല്ലാഹുവേ വിശുദ്ധമായ ഖുർആനിലൂടെ വീണ്ടും അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഐനമാ തകൂനൂ യുദ്രികുകുമുൽ മൗത്ത്. നിങ്ങൾ എവിടെ തന്നെയായാലും ഞാൻ നിങ്ങളുണ്ടല്ലോ. നിങ്ങൾ എവിടെ തന്നെയായാലും അല്ലാഹുവേ നിങ്ങൾക്ക് മരണത്തെ നിങ്ങളെ രുചിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. വലൗ കുന്തു ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എത്ര വലിയ കെട്ടിപ്പടുത്തുണ്ടാക്കിയ കോട്ടകൊത്തളങ്ങളുണ്ടല്ലോ, എത്രയോ വലിയ അധികാരത്തിന്റെ പറുദീസകളുണ്ടല്ലോ, എവിടെ പോയി നിങ്ങൾ ഒളിച്ചിരുന്നാലും ശരി, നിങ്ങളെ ഒരു ദിവസം എന്റെ മുമ്പിൽ പടച്ച റബ്ബ് തന്നെ പറയുകയാണ്, നിങ്ങളെ ഞാൻ പിടിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എവിടെ പോയിട്ട് ഒളിച്ചിരുന്നാലും, എത്ര വലിയ കോട്ടകൊത്തളങ്ങൾക്ക് നിങ്ങൾ പോയി ഒളിച്ചിരുന്നാലും ഞാൻ നിങ്ങളെ പിടിക്കുമെന്ന്, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ നിങ്ങളെ പിടിക്കുമെന്ന് അത് അവിടുന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് വരാം, ഒരുപാട് വേദനകൾ നമുക്ക് വരാം. ഇതെല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാ. നമുക്ക് ഒരുപാട് അധികാരമുണ്ട്, ഒരുപാട് പവർ അല്ലാഹു തആല തന്നിട്ടുണ്ട്. ദുനിയാവിൽ എത്ര വലിയ അധികാരവും പവർ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു ദിവസം മരണമെന്ന് പറയുന്ന സത്യം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതാ. എന്നിട്ടോ നമ്മളെ റൂഹിനെ അല്ലാഹു തആല പിടിച്ചുകൊണ്ട് പോകുമല്ലോ, അസ്റായീൽ കടന്നു വരുമല്ലോ. അതല്ലേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരിക്കൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബാ, ലബീദ് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ നല്ലൊരു കവിയായിരുന്നല്ലോ മഹാനവറുകള്, നല്ലൊരു കവിയായിരുന്നല്ലോ മഹാനവറുകള്. അതാ അവിടുന്ന് ലബീദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പാടുകയാ, അലാ കുല്ലി ശൈഇൻ മാ ഖലല്ലാഹു ബാതിലു വകുല്ലു നഈമില്ലാ മഹാലാത സായിലു. അതാ മഹാനവറുകൾ അവിടുന്ന് പാടുന്ന കാര്യം എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, ഈ ഭൂമി ലോകത്ത് നശിക്കാതെ നിൽക്കുന്നത് അല്ലാഹ് മാത്രമാണല്ലോ. ഇവിടെ നശിക്കാതെ നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വകുല്ലു നഈമില്ലാ മഹാലാ തസായിലു. ഈ ദുനിയാവിൽ അല്ലാഹു മനുഷ്യന് കൊടുത്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളുണ്ടല്ലോ, നമ്മുടെ ജോലി, നമ്മുടെ ആയുസ്, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ സൗന്ദര്യങ്ങളോ, നമ്മൾ പടുത്തുയർത്തിയ വടച്ചുറപ്പേ വലിയ വലിയ മണിമന്ദിരങ്ങളോ, അല്ലാഹ് കോടിക്കണക്കിന് ആസിയുടെ ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ, ലക്ഷപ്രഭുവായിരുന്നു, നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്നു. ഈ അല്ലാഹുവേ എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതെല്ലാം നശിക്കാനുള്ളതാ, ഇതെല്ലാം നശിക്കാനുള്ളതാണ്. ഒരു ദിവസം ഇതെല്ലാം തരിപ്പടമാകുകയാ. ഇവിടെ പിന്നെ ബാക്കിയാകുന്നത് ആരാണെന്നറിയോ? ഇവിടെ പിന്നെ ബാക്കിയാകുന്നത് ആരാണെന്നറിയോ?
സുബ്ഹാനഹു വ തആല മാത്രമാണല്ലോ, ഏകനായ അല്ലാഹ് മാത്രമാണല്ലോ. എല്ലാ മനുഷ്യരും ലോകത്തുനിന്ന് വിട പറയുകയാണ്, എല്ലാ ജിന്നുകളും ലോകത്തുനിന്ന് വിട പറയുകയാണ്, മലക്കുകളും വിട പറയുകയാണ്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണല്ലോ ഈ ലോകത്തുള്ള എല്ലാ ജീവനുള്ള എല്ലാത്തിന്റെയും റൂഹിനെ പിടിക്കുന്നത്. അത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാ. ആ അസ്രായീൽ വരെ എൻ്റെ പ്രിയമുള്ളവരെ ഈ ലോകത്തുനിന്ന് വിട പറയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, പടച്ച തമ്പുരാനെ, ഞങ്ങൾ എപ്പ വിട പറഞ്ഞാലും, ഞങ്ങൾ എങ്ങനെ വിട പറഞ്ഞാലും, ഞങ്ങൾ എപ്പ എങ്ങനെ വിട പറഞ്ഞാലും ഈമാനില്ലാത്തവരാക്കല്ല അല്ലാ, ഈമാനില്ലാത്തവരാക്കല്ല അല്ലാ. ഈ ദുനിയാവിൽ അല്ലാഹു തആല ഒരുപാട് നഷ്ടങ്ങൾ തരാ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല തരാ. പടച്ച റബ്ബേ, നമുക്ക് തരുന്ന നഷ്ടവും നമുക്ക് തരുന്ന എല്ലാ കാര്യങ്ങളുണ്ടല്ലോ, എത്ര വലിയ സമ്പത്ത് തന്നാലും എത്ര വലിയ അധികാരങ്ങൾ തന്നാലും ഇതെല്ലാം പടച്ച തമ്പുരാൻ നമുക്ക് തരുന്നത് പരീക്ഷണത്തിനാണ്. ഇതെല്ലാം പടച്ച തമ്പുരാൻ നമുക്ക് തരുന്നത് പരീക്ഷണത്തിനാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പടച്ച റബ്ബേ, ദിവസങ്ങളോളമായി നമ്മുടെ പുണ്യമായ മജ്ലിസ് അല്ലാഹുവേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച നടത്തുകയാണ്. നമുക്ക് മുമ്പിൽ കാണുന്ന ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാനുള്ളതാ. ഇവിടെ പ്രക്ഷോഭങ്ങൾ തരുന്നത്, ഇവിടെ വേദനകൾ തരുന്നത്, ഇവിടെ ദുരന്തങ്ങൾ തരുന്നത് അത് വയനാട്ടിലല്ലേ, അത് ഇസ്രയേലിലല്ലേ, അത് ഫലസ്തീനിലല്ലേ എന്ന് പറഞ്ഞിട്ട് പടച്ച റബ്ബേ, അവിടുന്ന് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല ഉമ്മ. ഇതെല്ലാം അല്ലാഹു ദുനിയാവിലാണ് നടത്തുന്നത്, നമ്മുടെ കൺമുമ്പിലാണ് നടത്തുന്നത്. ഇതിനെ കുറിച്ചെല്ലാം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കുള്ള ഏറ്റവും വലിയ പാഠമാ. നമ്മുടെ ഈമാൻ നന്നാക്കണം. പഠിച്ചോനെ, വല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ലോകത്ത്. ആകുവേ, ഞാനൊന്ന് നന്നാകണം എന്ന് സ്വയം തന്റെ ജീവിതത്തിൽ വിലയിരുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ തരുന്നതാണ്. അല്ലാഹു തആല ദുനിയാവിൽ വിഷമങ്ങൾ തരുന്നതാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ സ്വയം നമ്മളൊന്ന് മനസ്സിലാക്കണേ. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അത് വയനാട്ടിലല്ലേ, അത് ഫലസ്തീനിലല്ലേ എന്ന് നമ്മൾ ദുരന്തങ്ങളെ കുറിച്ച് പറയരുത്. അവിടെ നടക്കുന്നതും അത് നമുക്കും കൂടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സംവിധാനിക്കുന്നത്. ഇങ്ങനെയെല്ലാ പരീക്ഷണങ്ങൾ തരുന്നത് എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുക. അല്ലാഹു അവനെ നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. ഇന്ന് കണ്ടില്ലേ, നമുക്കറിയാം പരിശുദ്ധமான പിന്നെ ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം എല്ലാ പള്ളികളിലും പരിശുദ്ധமான ഈ ജുമുഅക്ക് ശേഷം എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് വയനാടിലെ മക്കൾക്ക് വേണ്ടി പണം പിരിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഒരുപാട് ആളുകൾ സമ്പത്ത് പിരിക്കുക, ഒരുപാട് പാർട്ടികൾ, ഒരുപാട് സംഘടനകൾ, ഒരുപാട് കൂട്ടായ്മകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് പണം പിരിച്ചുകൊണ്ടിരിക്കുക അല്ലേ. പണം പിരിക്കുക, എന്നിട്ടോ ആ സമ്പത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കണം. ആ ലക്ഷ്യത്തോടു കൂടി എൻ്റെ പ്രിയമുള്ളവരെ എല്ലാവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇന്ന് ഞാൻ നിൽക്കുന്ന ജോലി ചെയ്യുന്ന എൻ്റെ പള്ളിയിൽ നിന്ന് പിരിച്ചു, അങ്ങനെ ഓരോ പള്ളിയിൽ നിന്നും അവനാനെ കൊണ്ട് കഴിയുന്ന സംഖ്യകൾ എൻ്റെ പ്രിയമുള്ളവരെ പിരിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണത്? എന്താണത് ചെയ്യാനുള്ള കാരണം? അതിന് നമ്മൾ മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല, വർണ്ണം നോക്കുന്നില്ല, വർഗം നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. അവർ മനുഷ്യരാണോ എന്നാ നോക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയൊന്ന് നോക്ക്. കേരളത്തിലൊരു ദുരന്തം വന്നപ്പോ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ കണ്ണ് നിറഞ്ഞു പോകാൻ
ഒരു കേരളത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ദുരന്തം നടന്നപ്പോ എത്ര ആളുകളാണ് ഈ ഒരു സംഭവത്തെ ഏറ്റെടുത്തത്? അല്ലാഹുവേ പടച്ച റബ്ബേ, ഓരോരുത്തർ ചോദിക്കാൻ ആ ദുരന്തത്തിൽ വിഷമം അനുഭവിക്കുന്ന പിന്നെ പിഞ്ചു മക്കള്, ഉമ്മ നഷ്ടപ്പെട്ട, ബാപ്പ നഷ്ടപ്പെട്ട, കൂട്ടുകാരും കൂടപ്പിറപ്പുകളൊക്കെ നഷ്ടപ്പെട്ട ഒറ്റക്ക് ആയിപ്പോയ പിഞ്ചു മക്കളുണ്ടോ? അവർക്ക് മുലപ്പാൽ ആവശ്യമില്ലേ? ഞങ്ങൾ അവർക്ക് മുലപ്പാൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിലെ ദമ്പതികൾ, നല്ല സ്ത്രീകൾ അവർക്ക് വേണ്ടിയിട്ട് മുലപ്പാൽ കൊടുക്കാൻ ഇന്ന് തയ്യാറായിരിക്കും അല്ലേ? മനുഷ്യ സ്നേഹമാണത്, മനുഷ്യ സൗഹാർദ്ദമാണത്. അല്ലാഹു തആല, ഇതാണ് കേരളത്തിന്റെ സൗന്ദര്യം. അല്ലാഹു നിലനിർത്തട്ടെ, അല്ലാഹു അത് നിലനിർത്തട്ടെ. പക്ഷെ അതിന്റെ ഇടയിലും നമ്മൾ കണ്ടു പടച്ച റബ്ബേ, മോശമായ കമന്റുകൾ ഈ ഒരു കാര്യത്തിന്റെ അടിയിൽ ചേർത്തിട്ട് ഇതിനെ വർഗീയവൽക്കരിക്കുക, ഇതിനെ രൂപത്തിലേക്ക് വളച്ചു കൊണ്ടുപോവുക. വളരെയധികം നമുക്ക് അറക്കുന്ന രീതിയിലുള്ള പടച്ച റബ്ബേ, ഈ ഒരു സമയം, ഈ ഒരു ദുരന്തം അവിടെ നടക്കുമ്പോൾ അവിടേക്കൊരു സഹായം ചോദിക്കുമ്പോൾ അല്ലെ, നമുക്കറിയാം പിഞ്ചു മക്കളൊക്കെ, മാസങ്ങൾ പ്രായമുള്ള പിഞ്ചു മക്കൾ, ഈ പിഞ്ചു മക്കൾ ഒറ്റക്കായി കഴിഞ്ഞാൽ പടച്ച റബ്ബേ, അവർക്ക് എങ്ങനെയാണ്, അവരുടെ അമ്മയില്ല, അവരെങ്ങനെയാണ് ജീവിക്കുക? മുലപ്പാല് വേണ്ടേ? പിഞ്ചു മക്കൾക്ക് കുടിക്കണ്ടേ അല്ലെ? അവർക്ക് അതിന് വേണ്ടിയിട്ട് ചില സഹോദരിമാരത് ചോദിക്കുമ്പോൾ വളരെ മോശമായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ അതിന്റെ താഴത്ത് കമന്റ് ചെയ്യുന്ന ആളുകൾ. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ. ആ പരിശുദ്ധമായ പുണ്യമായ ഈ ഒരു കർമ്മത്തിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അല്ലാഹു തആല അവർക്കൊക്കെ അല്ലാഹു റഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഇന്ന് വയനാട്ടിലേക്ക് പല പല മേഖലകളിൽ നിന്ന്, പല സംഘടനകളുടേത്, പല പാർട്ടികളുടേത് സംഭാവനകളും മനുഷ്യന്റെ സഹായങ്ങളും ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ അതേപോലെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയപ്പോൾ കണ്ടു, നമ്മുടെ കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളും ഒന്നിച്ചു നിന്നിട്ട് അവർക്ക് ഓരോരുത്തർക്കും വീട് നമുക്ക് വെച്ചു കൊടുക്കല്ലേ എന്ന് ചോദിക്കാം അല്ലേ? ഒന്ന് ആലോചിച്ചോക്കാ നിങ്ങൾ. അങ്ങനെ നമ്മുടെ ഈ ഒരു പ്രശ്നത്തെ, മനുഷ്യനിലുള്ള ഈ ഒരു ഈ ഒരു എന്താ പറയുക, ഒരു ഐക്യം കൊണ്ട് ഈ ഒരു പ്രശ്നത്തിന്റെ അകപ്പെട്ട ആളുകളെ ഏറ്റെടുക്കാൻ മനുഷ്യരെ രംഗത്ത് വരികയാണ്. നമ്മളെ ഇങ്ങനൊരു ദുരന്തം വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു അവസ്ഥ, ഒരു സൗഹാർദ്ദം, സ്നേഹം നമ്മൾ കണ്ടറിയുന്നത് അല്ലെ? എന്തൊരു സൗന്ദര്യമാണത്, എന്തൊരു സൗന്ദര്യമാണത്. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങളുടെ ഈ ഒരു ഐക്യം നീ നിലനിർത്തി തരണേ അല്ലാ, നീ നിലനിർത്തി തരണേ അല്ലാ. അതുകൊണ്ടാണല്ലോ എത്ര വലിയ വർഗീയവാദികൾ അവർ ആടി ഉലഞ്ഞ് പടച്ച റബ്ബേ ഓരോ സ്റ്റേറ്റുകളും സംസ്ഥാനങ്ങളും പിടിച്ചടക്കിയാലും കേരളത്തിന്റെ മുമ്പിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് ഈ പവിത്രമായ, ഈ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ഒരുത്തനും കാലുകുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഒരു സൗഹാർദ്ദമുണ്ട്, ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട്. അതുള്ളത് കൊണ്ടാണ്. അല്ലാഹു തആല നിലനിർത്തി തരട്ടെ, അല്ലാഹു നിലനിർത്തി തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാനൊക്കെ ജോലി ചെയ്യുന്ന പാലക്കാട് ഈ നാട്ടിലെ ഹൈന്ദവരായ സഹോദരങ്ങൾ ഒരു റബീഉൽ അവലായി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങള്, അവരുടെ മതത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഓരോ പരിപാടിയും സ്നേഹിക്കും. അതേപോലെ തന്നെ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുണ്ടാകും, അങ്ങോട്ടുണ്ടാകും. അപ്പൊ നമ്മളൊക്കെ നാട്ടിലുള്ള അവസ്ഥകൾ അതാണ്. അത്രയും സൗഹാർദ്ദത്തോടെ സമാധാനത്തോടു കൂടി കടന്നു പോകുന്ന നമ്മുടെ ഈ കേരളം, കൊച്ചു കേരളം. കേരളത്തിലൊരു മനുഷ്യനെ വേദനിച്ചാൽ അവിടെ മതം നോക്കാതെ, ജാതി നോക്കാതെ, വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ മനുഷ്യർ മുഴുവനും ഒറ്റക്കെട്ടായിക്കൊണ്ട് മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ചെങ്ങലകൾ തീർത്തിട്ട് അതിൽ മനുഷ്യന്റെ സൗഹാർദ്ദത്തിന് വിരുന്നൊരുക്കുന്നവരാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കേരളക്കാര. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് പാവങ്ങളായ വയനാട്ടിലെ അല്ലാഹുവേ പടച്ച റബ്ബേ, ആ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സഹോദര സഹോദരിമാർക്ക് വേണ്ടിയിട്ട്, ഉമ്മമാർക്ക് വേണ്ടിയിട്ട്, വാപ്പമാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് സഹായത്തിന്റെ കരങ്ങൾ വരുമ്പോ ഒരാളും തന്നെ തട്ടിക്കളയല്ലേ, ഒരാളും തന്നെ അതിനെ കണ്ടില്ല എന്ന് നടിക്കല്ലേ. എന്റെ പ്രിയമുള്ളവർ, ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പടച്ച തമ്പുരാന്റെ പരിശുദ്ധമായ ഇൽമ കേൾക്കാൻ എല്ലാ ദിവസവും പടച്ച റബ്ബേ ഈ യൂട്യൂബ് ചാനലിലോ അല്ലാഹുവേ പടച്ച റബ്ബേ അല്ലാഹുവിന്റെ ഇൽമ പറയുമ്പോ എല്ലാവരും സുഖനിദ്രയിൽ ആണ്ടുപോണ്ട് കിടന്നുറങ്ങുമ്പോ പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ പടച്ച റബ്ബേ
അല്ലാഹുവേ 8 മണിക്കും 9 മണിക്കും 10 മണിക്കൊക്കെ പടച്ച റബ്ബേ സീരിയലോ അല്ലാഹ് അന്യ പെണ്ണ് കരയുന്നത് കാണുമ്പോ അതിന്റെ കൂടെ ഇരുന്നിട്ട് പടച്ച റബ്ബേ റിമോട്ട് പിടിച്ചിരിക്കുന്ന ഉമ്മമാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. അതിന് പകരം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. കൃത്രിമപരമായി ഗ്ലിസറിൻ തേച്ചിട്ട് പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ടോ അല്ലാഹുവേ അങ്ങനെ കരയുന്ന പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ടോ തന്റെ വീട്ടിലോ അല്ലാഹുവേ ടിവിയുടെ മുമ്പിലിരുന്നിട്ട് കരയുന്ന എത്രയോ ഉമ്മമാരാ, എത്രയോ സഹോദരിമാരാ. പടച്ചു തമ്പുരാനെ, അതല്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര് ഇവിടെ കേൾക്കുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമാണല്ലോ, അല്ലാഹുവിന്റെ പവിത്രമായ ഇൽമാ. പടച്ചു റബ്ബേ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു മുഅ്മിനിന്റെ അടയാളം അവിടുന്ന് പറയുകയാണ്. മസലുൽ മുഅ്മിനീന, ഒരു മുഅ്മിനിന്റെ അടയാളത്തെ കുറിച്ചിട്ടാണ് അവിടുന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ഫീ തവാദിഹിം, അവരുടെ ഉദാഹരണം എങ്ങനെയാ? പരസ്പരം നിഷ്കളങ്കതയോട് കൂടിയുള്ള സ്നേഹത്തിലാ. അതാ മനുഷ്യന് പരസ്പരം വല്ലാതെ കരുണയുള്ളവനാണ്. തന്റെ സഹോദരന്, തന്റെ കൂട്ടുകാരന്, തന്റെ അയൽവാസിയോട്, തന്റെ ഒപ്പമുള്ളവനോട് അല്ലാഹുവേ പരസ്പരം വല്ലാത്ത കാരുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയിലൂടെ പഠിപ്പിക്കുകയാണ്. അതാ പരസ്പരം സഹായത്തിനായിക്കൊണ്ട് അവർ കരുണ ചെയ്യുന്നവരാണ്, അവർ നിഷ്കളങ്കതയോടുകൂടെ സ്നേഹിക്കുന്നവരാ. എങ്ങനെയാണെന്നറിയോ? മസലുൽ ജസദി, ഒരു ശരീരം പോലെ തന്റെ പ്രിയപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യൻ തന്റെ സഹോദരനെ, തന്റെ അയൽവാസിയെ, തന്റെ കൂട്ടുകാരനെ, തന്റെ ഒപ്പമുള്ളവനെ ഒരു ശരീരം പോലെ അവർ സ്നേഹിച്ചു കൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ്? തവാദിഹിം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ് തറാഹുമിഹിം, നിഷ്കളങ്കതയോടുകൂടെ അതേപോലെ തന്നെ കാരുണ്യമുള്ളവനായിക്കൊണ്ട് സ്നേഹിച്ചു കൊണ്ടിരിക്കും. തങ്ങൾ പറയാ, ഇന്ന് വയനാടിന്റെ മണ്ണിലേക്ക് നമ്മൾ ആലോചിച്ച നിങ്ങൾ അവിടേക്ക് ആളുകൾ പോയത് പേര് കിട്ടാന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അവിടെ ചെയ്യുന്ന അല്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ വേദനിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് കാരുണ്യം കൊണ്ട് പോയതാ, സ്നേഹം കൊണ്ട് പോയതാ. നമ്മുടെ മുമ്പിലേക്ക് പാവപ്പെട്ട ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് വന്നപ്പോ നമ്മൾ 500, 1000, 3000 എടുത്തു കൊടുത്തത് എന്തുകൊണ്ടാ? എന്റെ പ്രിയമുള്ളവരെ എന്തുകൊണ്ടാ കൊടുത്തത്? എന്റെ പ്രിയമുള്ളവരെ അവിടെ കൊടുക്കുന്നത് അവരോട് സ്നേഹം, കാരുണ്യമുള്ളതുകൊണ്ടാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു വീണ്ടും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, ഇദസ്തഖാ മിൻഹു ഉദ്വാ. പടച്ചറപ്പേ ഒരു ശരീരം പോലെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ശരീരത്തിൽ ഒരു ശരീരത്തിന്റെ ഭാഗത്തിനൊരു വേദന വന്നാൽ അതാ പടച്ചറപ്പേ എല്ലാ അവയവും അതിൽ പങ്കുചേരുകയാണല്ലോ. അതാവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, തദാഅലഹു സായിറുൽ ജസദി. ഒരു ശരീരം മറ്റു അവയവങ്ങൾ അതിനോട് ഒരു രോഗം വരുമ്പോൾ, നമ്മുടെ കയ്യിനൊരു രോഗം വന്നാൽ നമ്മുടെ ശരീരത്തിന് ചിലപ്പോ എല്ലാ ഭാഗത്തിനും വേദനകൾ വരാറുണ്ട്, പടച്ചുറപ്പേ പനി വരാറുണ്ട്. നമ്മുടെ കയ്യിനൊരു മുറിവ് വന്നു, പടച്ചുറപ്പേ ശരീരം മുഴുവനും അതിൽ പങ്കുചേരുകയാണ്. ഒരു പനി വന്നാൽ അതിൽ ശരീരം മുഴുവനും പങ്കുചേരുകയാണ്. ബിസ്സഹരി വൽ ഹമ്മാ. എങ്ങനെയാണെന്നറിയോ? ഉറക്കം കളഞ്ഞുകൊണ്ട്, പനിച്ചുകൊണ്ട് ശരീരത്തിനൊരു വേദന വരുമ്പോ അല്ലാ
നമ്മുടെ ശരീരം അതാ പനിച്ചും ഉറക്കം ഒളിച്ചുകൊണ്ടും അതാ ആ വേദനയിൽ പങ്കുചേരുകയാണല്ലോ. അതുപോലെയാ എന്നവിടുന്ന് അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒരു മുഅ്മിനിന്റെ അടയാളമാണ് ഉമ്മ പറഞ്ഞത്. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ മുമ്പിലൂടെ കടന്നു വന്നിട്ട് കരങ്ങൾ നീട്ടിയിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു 10 രൂപ തരുമോ? നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുമോ? ഭക്ഷണം തരുമോ? വസ്ത്രം തരുമോ? പടച്ച റബ്ബേ, എന്താണോ നമ്മോട് വന്നിട്ട് അവർ ചോദിക്കുന്നത്, നമ്മുടെ കൈവെള്ളയിൽ എന്താണ് ഉള്ളത്, അത് ഒന്ന് എടുത്ത് കൊടുക്കാൻ മടി കാണിക്കല്ല ഉമ്മ. അത് കൊടുത്തു കൊടുക്കാൻ ഒരിക്കലും തന്നെ പടച്ച റബ്ബേ, ഒരിക്കലും തന്നെ നമ്മൾ മടി കാണിക്കാൻ പാടില്ല. അല്ലാഹുവേ, ഇന്ന് നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ എന്താ? അല്ലാ, പല ആളുകൾക്കും വീടില്ല, പല ആളുകൾക്കും ഉമ്മയില്ല, പല ആളുകൾക്കും വാപ്പയില്ല, സഹോദരങ്ങളില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പിറപ്പുകളില്ല. പടച്ച റബ്ബേ, ഓരോ ദിവസവും അല്ലാ അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത വല്ലാത്ത ദയനീയമാണല്ലോ. അല്ലാഹുവേ, കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എത്രയോ ആളുകളുടെ പടച്ച റബ്ബേ മയ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാ. അതിന്റെയൊക്കെ ചാരത്ത് വന്നിട്ട് ഇനി എനിക്കാരാണുള്ളത്? എന്റെ ഉമ്മയാണ്, ഇത് എന്റെ ബാപ്പയാണ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന ആളുകളെ നമ്മൾ കാണുകയാണല്ലോ. അല്ലാഹുവേ, പടച്ച റബ്ബേ, അവർക്കൊക്കെ സമാധാനം കൊടുക്കണേ അല്ലാ, അവർക്കൊക്കെ ശമനം കൊടുക്കണേ അല്ലാ, ക്ഷമ കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, അത്രത്തോളം പ്രയാസത്തിലാണ് ഇന്ന് ആ സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ് അല്ലാ. ഇനിയും അവിടെ ദുരന്തങ്ങൾ കൊടുത്തിട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ ഇത് ഇവിടെയെന്നല്ലോ, എവിടെയും ദുരന്തങ്ങൾ കൊടുത്തിട്ട് പടച്ച റബ്ബേ, നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ആ വിഷമങ്ങൾ പറഞ്ഞവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അവർക്ക് പടച്ച റബ്ബേ ഇതൊന്നും കൊടുത്താൽ അല്ലാഹുവേ അവർക്ക് നഷ്ടപ്പെട്ടതിന് ഒരിക്കലും തന്നെ പകരമാകൂല. ഒരുപാട് അവർക്ക് നഷ്ടമായിട്ടുണ്ട്, ഒരുപാട് പടച്ച റബ്ബേ അവരുടെ സമ്പത്തും അവരുടെ കുടുംബവും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, നമ്മളൊക്കെ എത്ര കൊടുത്താലും അതൊന്നും അവർക്ക് നഷ്ടം സംഭവിച്ചതിന് പകരമാകില്ലെന്ന് എന്റെ പ്രിയമുള്ളവരെ 100% നമുക്ക് ഉറപ്പാ. അവർക്ക് ആ നഷ്ടം സംഭവിച്ചതിന് നമ്മൾ എന്ത് കൊടുത്താലും അത് പകരാകില്ല, അല്ലേ? ഉറപ്പാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം അവരിലേക്ക് എത്തിക്കണം പ്രിയമുള്ളവരെ. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് പടച്ച റബ്ബേ വസ്ത്രമില്ല, എല്ലാം മണ്ണിന്റെ അടിയിലാ, എല്ലാം ഒരൊറ്റ മണ്ണ് വന്ന് തുറന്നു കൊണ്ടുപോയി. അല്ലാഹുവേ, പടച്ച റബ്ബേ, റോഡ് എവിടെ തിരിച്ചറിയുന്നില്ല, അവിടുത്തെ വീടുകൾ എവിടെ നിന്ന് തിരിച്ചറിയുന്നില്ല, വാഹനങ്ങൾ എവിടെയെന്ന് തിരിച്ചറിയുന്നില്ല. അല്ലാഹുവേ, ആ രൂപത്തിലാണ് പടച്ചവൻ അവിടെ പരീക്ഷണം ഇറങ്ങിയത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നഷ്ടങ്ങൾ വരും, ജീവിതത്തിലെ നഷ്ടങ്ങൾ വരും. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നഷ്ടം സംഭവിച്ച ഒരു സ്വഹാബിയുടെ ചരിത്രമുണ്ട്. ജീവിതത്തിൽ അല്ലാഹു തആല നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് അല്ലാഹുവേ തന്റെ ജീവിതത്തിൽ അവസാനം അല്ലാഹു കൊടുത്ത ഒരു അനുഗ്രഹം കൊടുത്ത എന്റെ പ്രിയമുള്ളവരെ ഒരു സ്വഹാബി, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത ഇഷ്ടമുള്ള ഒരു മഹാനായ സ്വഹാബിയായിരുന്നു മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല. ഒരു ദിവസം കച്ചവടാവശ്യാർത്ഥം തന്റെ ഭാര്യ ഉമ്മു സലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇവരോട് യാത്ര പറഞ്ഞിട്ട് മഹാനവറുകൾ തന്റെ ജീവിതത്തിൽ നിന്ന് തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കുറച്ചു ദൂരേക്കാണ് സഞ്ചരിക്കുന്നത്. ഒരുപാട് യാത്ര പോണം, മാസങ്ങൾ കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. അല്ലാഹു തആല നമ്മുടെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്, എപ്പോഴും ബന്ധപ്പെടുന്ന കാസർഗോഡ് ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലല്ല, എൻ്റെ മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗത്തുള്ള എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്.
അല്ലാഹുവേ പടച്ച റബ്ബേ അവരൊക്കെ വാഹനങ്ങളെ കൊണ്ട് ഒരുപാട് ലോങ് യാത്ര ദിവസങ്ങളോളം ചെയ്യുന്ന ആളുകളാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റബ്ബേ. കച്ചവടാവശ്യാർത്ഥം ഒരുപാട് ദിവസങ്ങൾ യാത്ര ചെയ്യും. ഇന്നിപ്പം നമുക്ക് അത്ര പേടിയില്ല, കാരണം എല്ലാ സൗകര്യങ്ങളുണ്ട്. നമുക്ക് എത്ര ദൂരെ പോയാലും ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന കാര്യമുണ്ട് എന്നൊക്കെ അറിയാൻ നമ്മളെ കൊണ്ട് കഴിയും. പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ, പോയാൽ പിന്നെ വരുമ്പോഴേ കാണത്തുള്ളൂ, എന്താണെന്ന് അറിയത്തുള്ളൂ. ആ അവസ്ഥയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അതാ എൻ്റെ പ്രിയമുള്ളവരെ, മഹദിയായ ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ, അതാ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനോടും യാത്ര പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ. പടച്ച റബ്ബേ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. മഹാനവറുകൾ തൻ്റെ പൊന്നുമോനെ പടച്ച റബ്ബേ ചുംബനം കൊടുത്തിട്ട്, സ്നേഹത്തിന്റെ ചുംബനം കൊടുത്തിട്ട് ഭാര്യയോട് പറഞ്ഞിട്ടതാ ഇറങ്ങുക. അല്ലാഹുവേ, അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു റബ്ബേ. 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനൊരു പനി വരികയാണ്, വല്ലാത്ത ക്ഷീണം കടന്നു വരിക. അല്ലാഹുവേ, മഹാനായ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോന് പടച്ച റബ്ബേ മരണപ്പെടുകയാ. അല്ലാഹുവേ, ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ അതാ അവിടുന്ന് ഒരുപാട് വിഷമിച്ചു പോയി. അല്ലാഹ്, തന്റെ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞല്ല. അല്ലാഹ്, തന്റെ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞല്ല. അല്ലാഹ്, നേരെയതാ ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ, എന്റെ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞു നബിയേ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പുറത്തു പോയതാണ്, ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഇനി തിരിച്ചു വരികയുള്ളൂ. അല്ലാഹുവേ, അതുവരെ ഞാൻ കാത്തു നിൽക്കണോ നബിയേ? അല്ലാഹുവേ പടച്ച റബ്ബേ, അതോ എന്റെ പൊന്നുമോനെ ഞാൻ മറമാടണോ? അതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിന്റെ പൊന്നുമോനെ നീ മറമാടിക്കോ എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ പടച്ച റബ്ബേ അവിടുന്ന് മറമാടുകയാ. അല്ലാഹുവേ, വല്ലാതെ വിഷമത്തിന് തനിച്ചായിരിക്കുന്ന ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ, അല്ലാഹ് പൊന്നുമോന് അല്ലാഹ് കയ്യിൽ നിന്ന് പോയല്ലോ, പടച്ച റബ്ബ് തിരിച്ചോണ്ട് പോയല്ലോ. അല്ലാഹു തന്ന ഏറ്റവും വലിയ സമ്പത്താ പടച്ച റബ്ബേ നമ്മുടെ മക്കളെന്ന് പറയുന്നത്. അവരുടെ എല്ലാ കാര്യത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ പുറത്തിറങ്ങുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മഹദിയായ ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവേ വല്ലാതെ വിഷമത്തോട് കൂടി ഇരിക്കുകയാണ്. കാരണം മാറ്റുനോറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കൺമണിയായിരുന്നല്ലോ. അല്ലാഹുവേ, വല്ലാതെ സ്നേഹം കൊടുത്തിട്ട് വളർത്തിയ പൊന്നുമോനാ അവസാനം അല്ലാഹ് തന്നെ തിരിച്ചെടുക്കുകയാണ്. ഉമ്മാന്റെ കൂടെ ജീവിച്ച് കൊതി തീരുന്നതിന്റെ മുമ്പ്, ബാപ്പാന്റെ കൂടെ ജീവിച്ചിട്ട് കൊതി തീരുന്നതിന്റെ മുമ്പ്, അതാ പടച്ച തമ്പുരാന് മഹാനവറുകളെ തിരിച്ചെടുക്കുകയാ. പടച്ച റബ്ബേ, സങ്കടത്തോടെ ഇരിക്കുന്ന ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ ദിവസങ്ങൾ കഴിയുകയാണല്ലോ. അതാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. പടച്ച റബ്ബേ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സലാം പറഞ്ഞു. അതാ തന്റെ വീടിന്റെ ഉള്ളറയിലേക്ക് കടക്കുകയാണ്. ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു, ഉമ്മു സലീം, എവിടെയാണ് നമ്മുടെ പൊന്നുമോനുള്ളത്? എവിടെയാണ് നമ്മുടെ പൊന്നുമോനുള്ളതെന്ന് മഹദിയോട് അവിടുന്ന് ചോദിക്കുകയാണല്ലോ. പടച്ച റബ്ബേ, അവിടുന്ന് ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അവരൊരു സ്ഥലത്തേക്ക് പോയതാ.
ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയതാണ് എന്നവിടുന്ന് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. പടച്ച റബ്ബേ അല്ലാഹുവേ, അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അതാത്തിന്റെ സാധനങ്ങളെല്ലാം അവിടെ വെക്കുകയാണ്. പടച്ച റബ്ബേ, ക്ഷീണമകറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. അതാ മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ മഹാനവറുകളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ബെഡിലിങ്ങനെ കിടക്കുമ്പോ അല്ലാഹുവേ പടച്ച റബ്ബേ അവിടുന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കുകയും എന്നത്തെക്കാളും സന്തോഷത്തോടു കൂടി പടച്ച റബ്ബേ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ മഹദി അവിടുന്ന് സ്വീകരിക്കുകയാണ്. വെള്ളം കൊടുക്കുകയാണ്, നല്ല ഭക്ഷണം കൊടുക്കുകയാണ്, വല്ലാത്ത സൽക്കാരം നടത്തുകയാണ്. ഹൃദയത്തിനകത്ത് കത്തുന്ന വേദനയാണ് ഉമ്മ, ഹൃദയത്തിനകത്ത് കത്തുന്ന വേദനയാണല്ലോ. കാരണം പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണല്ലോ. അബൂ തൽഹയോട് പറഞ്ഞ പടച്ച റബ്ബേ എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് പോലും അറിയില്ലല്ലോ. അവർക്കിത് താങ്ങാൻ കഴിയുമോ? പടച്ച റബ്ബേ അവിടുന്ന് വല്ലാത്ത വിഷമത്തിലാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കഴിച്ചു. രണ്ടുപേരും തന്റെ റൂമിലേക്ക് കടന്നു വരികയാണ്. പടച്ച റബ്ബേ റൂമിലേക്ക് കടന്നു വന്നു. രണ്ടുപേരും അതാ അവിടുന്ന് ശാരീരികമായിട്ട് ബന്ധപ്പെടുകയാണ്. അവിടുന്ന് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടു. പടച്ച റബ്ബേ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാറിടത്തിൽ കിടക്കുന്ന മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ അവിടുന്ന് ചോദിക്കുന്നു, അബൂ തൽഹ ഞാനൊരു നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെയോ? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെയോ? അതാ അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, പെണ്ണെ നീ ചോദിച്ചു കൊള്ളുക. അതാ അവിടുന്ന് പറയുകയാ, ഒരാളൊരു അമാനത്തായിട്ടൊരു വസ്തു നമ്മുടെ കയ്യിലേക്ക് തന്നാൽ ആ അമാനത്തായ വസ്തുവിനെ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അവിടുന്ന് മഹാനവറുകൾ പറയുകയാ, എന്തേ നീ ഇങ്ങനെ ചോദിക്കുന്നത്? അമാനത്തായ മുതലെന്ന് പറഞ്ഞാൽ നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടതാണല്ലോ. നമ്മുടെ കൈവശം നമുക്കത് വെക്കാൻ പാടില്ലല്ലോ. പടച്ച റബ്ബേ ഇത് പറയുമ്പോ മുസ്ലിം റളിയല്ലാഹു തആല അൻഹ പടച്ച റബ്ബേ അവിടുന്ന് പറയുകയാ, എന്നാ തങ്ങളെ അല്ല നമ്മുടെ കയ്യിലേക്ക് അമാനത്തായി തന്ന നമ്മുടെ പൊന്നുമോനുണ്ടല്ലോ, ആ പൊന്നുമോനെ അല്ല തിരിച്ചെടുത്തിരിക്കുകയാ. കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് മുസ്ലിം റളിയല്ലാഹു തആല അൻഹ. പടച്ച റബ്ബേ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹ പടച്ച റബ്ബേ തന്റെ വിരിപ്പിൽ നിന്ന് ചാടി എണീക്കുകയാ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, മുസ്ലിം ഇത്രയും നേരം നീ എന്തേ എന്റെ അടുത്തത് പറയാതിരുന്നത്? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്, ഞാനേറെ സ്നേഹിക്കുന്ന പൊന്നുമോന് ലോകത്തോടെ വിട പറഞ്ഞെന്നാണോ നീ പറയുന്നത്? ഇത്രയും നേരം നീ എന്തേ എന്റെ അടുത്തെന്ന് മറച്ചു വെച്ചത്? അല്ലാ സങ്കടത്തോട് കൂടിയിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എണീക്കുകയാ. ദേഷ്യപ്പെട്ടുകൊണ്ട് അബൂ തൽഹ തങ്ങളെ ഓടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, തന്റെ പൊന്നുമോനുണ്ടല്ലോ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുകയാ നബിയേ. വിട പറഞ്ഞെന്ന് മാത്രമല്ല, ഞാൻ കച്ചവട ആവശ്യാർത്ഥം പുറത്തു പോയതാ നബിയേ. തിരിച്ചു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോടത് ഉടനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല എനിക്ക് നല്ല സൽക്കാരം അവള് നടത്തുകയാണ്, ഞങ്ങൾ ശാരീരികമായിട്ട് ബന്ധപ്പെടുകയാണ് നബിയേ. എന്നതിന്റെ ശേഷമാണ് അവൾ എന്നോട് ഈ കാര്യം പറയുന്നത് നബിയേ. അവളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല നബിയേ. ഞങ്ങളുടെ പൊന്നുമോനല്ലേ ലോകത്തോട് വിട പറഞ്ഞതോ? ഞങ്ങളുടെ പൊന്നുമോനല്ലേ മരണപ്പെട്ടു പോയത്? എന്നോടൊന്ന് പറഞ്ഞുകൂടെ എന്നവിടുന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്.
എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, അതാ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, അബൂ തൽഹ നീ വിഷമിക്കല്ല അബൂ തൽഹ, ഈമാനുള്ള പെണ്ണിന്റെ അടയാളമാണത്, ഈമാനുള്ള പെണ്ണിന്റെ അടയാളമാണത്, അതുകൊണ്ട് നീ വിഷമിക്കല്ല അബൂ തൽഹ. നിങ്ങൾ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടതുണ്ടല്ലോ, അതിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുന്നതാ എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ദിവസങ്ങൾ കഴിയുകയാണ്. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷമങ്ങൾ ഒതുക്കുകയാണ്. സങ്കടത്തോട് കൂടിയതാ അബൂ തൽഹ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അങ്ങനെ മാസങ്ങൾ കടന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, അത് അവിടുന്ന് ഗർഭിണിയായി അവിടെ നിന്ന് പ്രസവിക്കുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ആ കുട്ടി എടുത്തുകൊണ്ടുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അബൂ തൽഹ തങ്ങൾ ഓടുകയാണ്. അതാ അബൂ തൽഹ തങ്ങൾ ഓടുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടോ അവിടുന്ന് പറയുന്നു, ദുആ ചെയ്യ് നബിയേ, ഒന്ന് ദുആ ചെയ്യ് നബിയേ എന്നവിടുന്ന് അബൂ തൽഹ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. റസൂലുള്ളാഹി എന്ത് ചെയ്തെന്നറിയോ? ഒരു കാരക്ക എടുത്തിട്ട് വായക്കകത്തിട്ട് ചവക്കുകയാണ്. പടച്ച റബ്ബേ, ആദ്യം വലത് ചെവിയിലെ ബാങ്ക്, ഇടത്തെ ചെവിയിലെ ഇഖാമത്ത് കൊടുത്തു. അതിന്റെ ശേഷം പടച്ച റബ്ബേ ഒരു കാരക്ക എടുത്തിട്ട് വായക്കകത്തിട്ട് ചവക്കുകയാണ്. എന്നിട്ട് ആ മധുരം എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് മഹാനായ അബൂ തൽഹ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ വായക്കകത്ത് വെക്കുകയാ. മധുരമങ്ങ് പുരട്ടിയിട്ട് അവിടുന്ന് അബൂ തൽഹ തങ്ങൾ പറയുന്നു, നബിയേ, കുട്ടിക്ക് പേര് വിളിക്കണേ നബിയേ, കുട്ടിക്ക് അവിടുന്ന് പേര് വിളിക്കണേ നബിയേ. അവിടുന്ന് റസൂലുള്ളാഹി വിളിക്കുകയാണ്, അബ്ദുല്ലാഹ്. അവിടുന്ന് അബ്ദുല്ലാ എന്ന് പേരിടുകയാണ്. എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്തിട്ട് പറയുന്നു, അബൂ തൽഹ, ഈ പരിശുദ്ധമായ പൊന്നുമോനുണ്ടല്ലോ, ഈ പൊന്നുമോനിൽ അല്ലാഹ് നിങ്ങൾക്ക് ബറക്കത്ത് തരുന്നതാ, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് അവിടുന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു വളർന്നു. ആഫിലായിട്ടാണ് മഹാനവറുകൾ വളർന്നത്. ആ മഹാനവറുകൾ പ്രായപൂർത്തിയാവുകയാണ്. പ്രായപൂർത്തിയായി അവിടുന്ന് വിവാഹം കഴിച്ചു. പടച്ച റബ്ബേ, അതിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു. 11 മക്കൾ മഹാനവറുകൾ അവിടെ ജനിച്ചിട്ടുണ്ട്. ഈ 11 മക്കളും മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു ഹാഫിളായി. ആ 11 മക്കളും എന്റെ പ്രിയമുള്ളവരെ ഹാഫിളായി. പടച്ചോനെ, ഇനി ബറക്കത്ത് ഇറങ്ങാൻ എവിടെ പോണം? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവൻ മനഃപാഠമാക്കാൻ സാധിച്ചു. അല്ലാഹു തആല നന്മ നൽകട്ടെ നമുക്ക്. അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇതാ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു, അവിടുന്ന് നഷ്ടം സംഭവിച്ചു, അതിൽ ക്ഷമിച്ചു, തന്റെ ഭാര്യ ക്ഷമിച്ചു. ഒന്ന് ആലോചിച്ചോക്കാണ് നിങ്ങൾ, നമ്മളൊക്കെ എന്താ ചെയ്യാ? പടച്ചോനെ, നമ്മളെ കുട്ടിയൊന്ന് വീണാ നമുക്ക് വിഷമല്ലേ? ഇനി മരിച്ചല്ല അവസ്ഥ ആലോചിച്ചോക്കാണ് നിങ്ങൾ. നമ്മളെ പ്രിയപ്പെട്ട പൊന്നുമോന് ഒന്ന് വീണു, അല്ലാഹുവേ, നമ്മളെ നെഞ്ചു പൊട്ടും. അവരെ കാലില് മുറിയായ നമ്മൾ പടച്ചോനെ, എന്റെ കുട്ടിക്കിന്റെ അവസ്ഥ എന്താണ്? വിഷമത്തോടെ ഓരോ വാപ്പയും വന്നിട്ട് ഇങ്ങനെ നോക്കും, അല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അല്ലേ? നമ്മുടെ കുട്ടിയൊക്കെ എന്തെങ്കിലും സംഭവിച്ച, അല്ലേ, നമ്മളെന്താ പറയാ? പടച്ചോനെ, എന്റെ മകന് വേണ്ടെന്ന് അവൻ ജീവിക്കുന്നത്. എടാ, നീ എന്തിനാ ജോലിക്ക് പോകുന്നെന്ന് ചോദിച്ചാ നമ്മളെന്താ പറയാ? ഉസ്താദേ, എന്റെ മക്കളില്ല ഉസ്താദേ, അല്ലേ, എന്റെ ഭാര്യ ഇല്ല ഉസ്താദേ, വീട്ടിനകത്ത് എന്തിനാടാ പണിയെടുക്കുന്നതെന്ന് ചോദിച്ചാ എന്താ പറയാ? എന്താ പറയാ? അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, എന്താ പറയാ? അല്ലാഹുവേ, പടച്ച റബ്ബേ, അവിടെ നിന്ന് പറയും, ഞാൻ വീട്ടിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന എന്റെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ, അല്ലേ? അതല്ലേ പറയാ?
ഇതാണ് മനുഷ്യന്റെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ആ പൊന്നുമോന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചെയ്തത്, മകൻ മരിച്ചിട്ട് മറമാടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടുന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ അവിടുന്ന് വരികയാണ്. അവിടെ നിന്ന് വന്നിട്ട് മഹാനവറുകളുടെ മുമ്പിൽ ഇരുന്നിട്ട് എന്നത്തെക്കാൾ സന്തോഷത്തോടു കൂടി സംസാരിച്ചു. നല്ല ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു. അല്ലാഹുവേ മഹാനവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിൽ വന്നു. രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു ഒരാൾ നമുക്ക് അമാനത്തായിട്ട് ഏൽപ്പിച്ച മുതൽ എന്റെ പ്രിയമുള്ളവരെ അത് ചോദിച്ചാൽ നമ്മൾ കൊടുക്കണ്ടേ. അവിടുന്ന് മഹാനവറുകൾ പറയാ, കൊടുക്കണ്ടേ, പിന്നെ നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അവിടുന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്നാ തങ്ങളെ നമ്മൾക്ക് അല്ലാഹു തആല അമാനത്തായി ഏൽപ്പിച്ച നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മകനെ അല്ലാഹു വിളിച്ചിട്ടുണ്ട് കേട്ടോ, കൊണ്ടുപോയിട്ടുണ്ട്. സൈക്കോ വാപ്പാക്ക് ആദ്യം വന്നപ്പോ ഒരു സ്ഥലം വരെ പോയി എന്ന് പറഞ്ഞു അല്ലെ. അത് ഏതാ സ്ഥലം? മഹദി ഉദ്ദേശിച്ച ഏതാ സ്ഥലം? അള്ളാന്റെ അടുത്തേക്കാ. ഏതാണ് സ്ഥലം? കളവല്ല, അത് അള്ളാന്റെ അടുത്തേക്കാ പോയത് അല്ലെ. ആ സ്ഥലമാ മഹദി അവിടെ ഉദ്ദേശിച്ചത്. അല്ലാഹു തആല നമുക്ക് നന്മ നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർത്ത് നന്മകൾ ചെയ്തിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കാം. അതുകൊണ്ട് നമുക്ക് എത്ര നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ ഉമ്മയും നമ്മുടെ സമ്പത്തും എന്ത് നഷ്ടപ്പെട്ടാലും ആ നഷ്ടപ്പെട്ടതിന് നമ്മൾ ക്ഷമിച്ചാൽ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു തആല നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് മുമ്പിൽ അല്ലാഹു തആല കാണിച്ചു തരും. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ.